ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിജയ് സാറിനെ കുറിച്ചാണ്. വിജയ് സാറിനെ പറ്റി എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്താണ് വിജയ് സാറിനെ പറ്റി ഈ അമ്മച്ചിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. വിജയ് സാറാണ് എന്റെ പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. വിജയ് സാർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഞ്ഞി കുടിച്ചു പോകുന്നത്. ഇനി നമുക്ക് വിജയ് സാറിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് നമ്മുടെ വിജയ് സാർ. ഇവനാണ് വിജയ് സാറിന്റെ മുതലാളി ലവ് ടുഡേ ഗണേശൻ. ഇയാളൊരു മുറ്റു വിജയ് ഫാനാണ്. ഇയാളെ പോലെ തന്നെ വേറെ കുറച്ചു പേരും നമ്മുടെ കഥയിൽ വരുന്നുണ്ട്. ഹനുമാൻ ബിജു. ഹനുമാൻ ബിജുവിന് ഒരു ലക്ഷ്യമുണ്ട്. എങ്ങനെയെങ്കിലും വിജയണ്ണന്റെ കൂടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ബോഡി ഗാർഡ് ആണോ. വിജയ് അണ്ണനുമായിട്ട് ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരി, ഫോട്ടോഷൂട്ട് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയാത്തവരോടാണ് ഇയാൾ ഇത്ര നേരം കടന്ന് കഥാപ്രസംഗം നടത്തിയത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന വിജയണ്ണന്റെ ബോഡി ഗാർഡുമാര് നമ്മളെ വിജയണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ എറിയും. എടുത്തെറിയാൻ ഇയാൾ എന്താ തേങ്ങ? പക്ഷെ വിജയണ്ണനെ ഒരു 15 സെക്കൻഡ് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി. ടിവിയുടെ അടുത്ത് പോയി നിന്നിട്ടാവും കണ്ടത്. എന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി. പിന്നെ സ്ക്രീനിന്റെ അടുത്ത് പോയി നിന്ന കണ്ണിന്ന് വെള്ളം വരാതിരിക്കോ? ഈ കഥയിൽ ഇയാൾക്ക് ഒരു പണിയും തോരമില്ല. ഇരുന്ന് തിന്ന, എന്നിട്ട് അത് ദഹിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ച് നടക്കുക. അതാണ് ഇവന്റെ ഹോബി. ചിട്ടി പൈസ എന്തോ ചെന്നൈ പോയമ്മ എന്താത്തിന് വിജയണ്ണനുമായിട്ട് ഫോട്ടോ എടുക്കാൻ. ഇനി വിശക്കണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഈ ഫോട്ടോ അങ്ങോട്ട് പുഴുങ്ങി കൊടുത്താൽ മതി. അമ്മയെ അതുകൊണ്ട് ഞാൻ കൊന്നില്ല. നല്ല മകൻ. ഇവനൊക്കെ വെള്ളം ഒഴിച്ച് വളട്ട് കൊടുക്കുന്നവരെ വേണം ആദ്യം പറയാൻ. ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ആ ഫോട്ടോ ഒരു ഫോട്ടോഷോപ്പാണെന്നാ. ഇത് ഫോട്ടോഷോപ്പും അല്ല, ഇത് പിക്സാർട്ടാണ്. ഇതാണ് നമ്മുടെ അടുത്ത വിജയ് ഫാൻ. നേരിട്ട് കണ്ടാൽ നൗഷാദ് എന്ന് വിളിച്ച് എന്ത് വിളിക്കുന്നു? നൗഷാദ്. ഇത് ഷാരൂഖ് ഖാൻ അല്ലേ? കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നൗഷാദിനെയാണ്. റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കിങ്ക തമ്പി എന്ന് ചോദിക്കുന്നു നൗഷാദിനോട്. നിങ്ങൾക്കറിയാമെങ്കിലും നൗഷാദ് അത് പറയും. ഇയാൾ ഈ നൗഷാദ് എന്ന് പറയണത് ഇയാളെ തന്നെയാണ് കേട്ടോ. നമ്മളെ പറ്റി മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും. ഇനി അടുത്ത വിജയ് ഫാനെ പരിചയപ്പെടാം. പ്രൊഫസർ സീതാരാമൻ. റോക്കറ്റ് വിടലാണ് ഇയാളുടെ പണി. അങ്ങനെ റോക്കറ്റ് വിട്ട് ISROയിലെ മുതിർന്ന സയന്റിസ്റ്റ് ആയ ഇയാള് റിട്ടയർഡ് ആവേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എന്താണ് സാറിന്റെ പ്ലാൻ? ഇളയ ദളപതി വിജയനഗർ യൂണിറ്റിന്റെ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുക്കുകയാണ്. അതേതായാലും നന്നായി. റിട്ടയർമെന്റ് എന്ന ഡേറ്റ് ഓഫ് ബർത്തിലല്ലേ വിജയ് റെഫറൻസ്. ഇവരെല്ലാം വിജയ് ആരാധകരാണ്. പറഞ്ഞപ്പോ മനസ്സിലായി. വിജയുടെ ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത ഇവന്മാരൊക്കെയാണ് വിജയ് ഫാൻസ്. ഒരു കടുത്ത ആരാധകനുണ്ട്. ഇതിലും കടുത്തതോ? ആരാണിത്? നൗഷാദ് കിട്ടി ഒരു വാട്ടി വാങ്ങിട്ടേനാ ഇങ്ങ ഇല്ല ഇന്ത ജില്ലാവില ഇറക്ക മാട്ടാ. ഇനി ഒരു ട്രിബ്യൂട്ട് സോങ് ആവാം. ഇയാൾക്കെന്താ വയ്യേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. വീട്ടിൽ അരി വാങ്ങി കൊടുക്കാത്ത ഇവനാണ് ചങ്കൊക്കെ കൊടുക്കാൻ പോണത്. അല്ലെങ്കിൽ തന്നെ എന്താണ് ഈ വരിയുടെ അർത്ഥം? നിന്റെക്ക് ഈ ചങ്കും കുടലും പണ്ടൊക്കെ കിട്ടിയിട്ട് വിജയ് എന്ത് ചെയ്യാന്? വേണമെന്നൊന്നും ബൂളിയാ മതി, അപ്പ കൊണ്ടുവരും കിഡ്നി. വേണ്ട സാറേ, നൗഷാദ് വൈഫൈ വേണ്ട. നൗഷാദ് സാറേ യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ഇയാളുടെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചിന്നുവിന്റെ ഏട്ടനാണെന്ന് തോന്നും. ഈ ചിന്നു ഉണ്ടാവും. നൗഷാദ് പെട്ടുപോയതാ സാറേ. വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്ക് ഒരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയും. എടോ, താനിത് പറഞ്ഞു എങ്ങോട്ടാണ് പോണത്? വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്ക് ഒരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. ആരാടാ ഇതുപോലുള്ള അപരാധം പിടിച്ച ഡയലോഗൊക്കെ എഴുതി വെക്കണത്? 1984 വിജയ് സിനിമയിൽ വരുന്നത്. അപ്പൊ അതുവരെ ഇയാൾ സ്വന്തം അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതെ നടക്കായിരുന്നു അല്ലേ? പണ്ട് എനിക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിജയ് സിനിമ കാണുന്നത്. ഇപ്പോൾ എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വാവ്. നീ എന്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്? നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണനെ വിളിച്ചിട്ടുണ്ട്. സൂര്യണ്ണൻ വരാൻ ചാൻസ് കുറവാ. കാത്തിരിപ്പോ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇവിടെ ഈ ചങ്കും കുടലും അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് കണ്ട ഫോട്ടോഷോപ്പ് വർക്കൊന്നുമല്ല. ഇനി ഒരു അക്ഷരം വേണ്ടിയ കുത്തി കുടലെടുക്കും ഞാൻ. ശാപം. എടാ സായിമ, നമുക്ക് സൂര്യപാനായല്ലോ. ഇവനല്ല നേരത്തെ വിജയന്റെ ബോഡി ഗാർഡ് ആവണം, വിജയനെ കണ്ടിട്ട് കണ്ണിന്ന് വെള്ളം വന്നു, മൂത്രം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരെ. എന്നെ ഒന്ന് സഹായിക്ക്.
വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. ആദ്യം ആ ചെറ്റേൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക, ഒരു പിടി മണൽ വാരി അവന്റെ മർമ്മസ്ഥാനത്തിട്ട്, എന്നിട്ട് അതിന് കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് തിരിക്കുമ്പോ കുമ്മാരി കൂജാരി. മോളെ തെറി. வாட்டி முடி பண்றானா என் பேச்சு நானே கேட்க மாட்டேன். പൊളിച്ച്. നീ പ്രതിഭയല്ല, കലാപ്രതിഭയാണ്, കലാപ്രതിഭ. കുഞ്ഞു പിള്ളേരെ പച്ച ജീവിക്കുന്നോടാ പന്ന. നമ്മൾ വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഇയാളാണ് ഈ പടത്തിലെ മെയിൻ പോലീസുകാരൻ. ഇയാളുടെ പേര്, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ പേരൊക്കെ, അതിലൊന്നും ഒരു കാര്യമില്ല. ഇയാൾ നമ്മുടെ സൈമണും പിള്ളേർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പോലീസുകാരനാണ്. അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. ആരാണ് നമ്മുടെ സൈമന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി? ആരാണവൾ? 2 പ്രാവശ്യം പറയണം. അവളെ ഞാൻ കെട്ടത്തുള്ളൂ. അത് വേണോ? പറ്റിയ ജോഡി തന്നെ. അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി പോക്കിരി സൈമൺ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോവുകയാണ്. നോക്കുമ്പോ അവിടെ വിജയ്. പാലഭിഷേകം വേണ്ടാന്നോ? എടാ, റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. എന്നാ പിന്നെ പേടിക്കണ്ട. അതെ, അത് നല്ലൊരു ജോലിയാണ്. പെൻഷനൊക്കെ കിട്ടും. പിന്നെ ഈ ജോലിയുടെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉള്ളതുകൊണ്ട് ആ കല്യാണം മുടങ്ങിപ്പോയി. ഈ ദോശയും തിന്നുകൊണ്ടിരിക്കുന്ന ഇയാളുടെ പേരാണ് അർജുനൻ മുതലാളി. മൊയലാളി എന്റെ അപ്പന്റെ പേരാണോടാ? അർജുനൻ, അത് മതി. ഈ മുതലാളിക്ക് ഒരു അനിയനുണ്ട്, അയാളും ഒരു ഗുണ്ടയാണ്. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും, അകിടിന് നീരും അടിക്കും, അല്ലേടി? என்னடா டயலாக் இது? எவன் எழுதி கொடுத்தானே அது இப்படி பேசிட்டு போறான்? ഔട്ടാ. ബോള് ബാറ്റേക്കുള്ള ശബ്ദം ഞങ്ങൾ കേട്ടതാ. ഹൈ, റിട്ടയർമെന്റിന് ശേഷം നല്ല ജോലിയാണല്ലോ കിട്ടിയിരിക്കണത്. പോക്കിരി റെഫറൻസ്. അസിനെപ്പോലും ഉണ്ടോടാ? അപ്പൊ ഇവൻ അസിനെ കണ്ടിട്ടില്ല, അതാണ് സത്യം. നീ എന്തിനാ വിസിലടിച്ചേ? അതെ, എനിക്ക് വിജയ് ഇഷ്ട. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. അല്ല, അവര് പറയാത്ത ഡയലോഗൊക്കെ ആരോ ഇടയിൽ കൂടെ കുത്തി കയറ്റിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ആ, ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. ഇപ്പൊ കുറച്ചായിട്ട് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ സൈമന്റെ ലവ് സ്റ്റോറി അങ്ങോട്ട് സെറ്റ് ആവണില്ല. അവസാനം അസിന്റെ വീട്ടിലെ പട്ടിയെ സൈമൺ കട്ടിട്ട് പോകും. എന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ എന്ന വ്യാജേന സൈമൺ നമ്മുടെ അസിനെയും കൂട്ടി ഊരി തണ്ടുകയാണ്. നമുക്കൊരു ലവ് ജിഞ്ചർ അടിച്ചാലോ? റൗഡി കിട്ടുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. എനിക്കിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റത്തില്ല. செல்லக்குட்டே, இன்னைக்கு நிறைய பேர்கிட்ட இல்லாத கெட்ட பழக்கம் என்கிட்ட இருக்கு. സിഗരറ്റ് വലിയാണോ? சொன்ன வார்த்தை காப்பாத்துது. എന്താണ് காப்பாத்துது? കാപ്പാത്തത്? எதுக்கு? நாளைக்கு ரவுடி உன் கூட தான் இருக்கும். ആ പട്ടീനെ കുറിച്ച് ഒരു വിവരം അറിയാത്ത സൈമൺ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം അതിനെ കണ്ടുപിടിച്ച് നമ്മുടെ അസിനെ ഏൽപ്പിക്കുകയാണ്. ബുദ്ധിയും ബോധവും ഇല്ലാത്ത അസിനാവട്ടെ സൈമൺ പറഞ്ഞ കള്ളക്കഥകളൊക്കെ വിശ്വസിച്ച് സൈമണെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. லூசு கூட நம்பாதுங்க, ஆனா அவன் நம்பிட்டாங்க. யாரு என்ன சொன்னாலும் நம்புறாங்க. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പിന്നിൽ വരുന്ന ഒരു വണ്ടിക്ക് പോലും സൈഡ് കൊടുക്കാതെ വിജയിന്റെ ഒരു കൂറ്റൻ കട്ടൗട്ടും വെച്ച് സൈമണും പിള്ളേരും റോഡിലൂടെ ചീറിപ്പായുകയാണ്. ഞങ്ങളെ വിജയണ്ണന്റെ കാലൊടിക്കോടാ നീ. വിജയിന്റെ കാലൊടിച്ചു. ഈ പൊട്ടന്മാര് പിന്നെ സൈഡ് കൊടുക്കാതെ പോയ ബാക്കിൽ വരുന്നവരൊക്കെ പറന്നു പോണോ? എന്ത് വെറുപ്പിക്കലാണോ? நீங்க யார சந்தோஷப்படுத்துறதுக்காக இதெல்லாம் நீங்க செய்றீங்களோ அவங்களுக்கே ஒரு கட்டத்துல உங்களை பிடிக்காம போயிடும். അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ അർജുനൻ മുതലാളി ഒരുത്തനെ നടു റോട്ടിലിട്ട് കൊല്ലും. അവന്റെലാണെങ്കിൽ ഈ മൊയലാളിക്ക് എതിരെയുള്ള എന്തൊക്കെയോ എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് ഒക്കെ ഒരു ഐപോഡിലാണുള്ളത്. ആ ഐപോഡ് നമ്മുടെ സൈമന്റെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അച്ഛൻ നൈസായിട്ട് അടിച്ചു മാറ്റും. ആ ബെസ്റ്റ്. തൊണ്ടി മുതൽ വരെ അടിച്ചു മാറ്റുന്ന പോലീസുകാരൻ. സൂപ്പർ. അല്ല, ഈ എവിഡൻസിന് വേണ്ടിയിട്ടാണല്ലോ അർജുനൻ മൊയലാളി ഇവനെ കൊന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവന്മാർ ആ എവിഡൻസ് എടുക്കാതെ പോയതെന്നാവോ? എന്തായാലും ആ ഐപോഡ് സൈമന്റെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ അവന്റെ വീട്ടിൽ വന്ന് ആകെ സീനാക്കാണ്. ഐപോഡും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. നല്ല ബീജിയം. ഇത് ഉണ്ടാക്കാനായിട്ട് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമല്ലോ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? തേറി റെഫറൻസ്. ഇതാണ് സാർ ഐപോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത.
പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്ക് ഞാൻ. ഈ ഐ എം വെയിറ്റിംഗ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം? അതൊന്ന് പറയൂ. എവിടെ പോന്നടി? വേട്ടക്കാരൻ റെഫറൻസ്. പട്ടേക്കലപ്പല. യെസ്രേ, അത് പൃഥ്വിരാജിന്റെ പടല്ലേ? കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. വീട്ടുകാരെന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഓക്കേ അല്ലേ? ഓക്കെയാണ്. 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 എന്തൊക്കെയാണ് നടക്കുന്നേ? മാമ്പഴക്കാലം വന്നേ, മാമ്പഴം നീ തരില്ലേ? ആശപ്പെട്ടു നീ വരല്ലേ? ഇല്ല മാമ്പഴമില്ല. മാമ്പഴം റെഫറൻസ്. എന്റെ ചങ്ക് പിടക്കണ്, കണ്ണ് തുടിക്കണ്. തുള്ളി തുള്ളി. പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ലവ് ടുഡേ ഗണേശന്റെ മകളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. നിറയെ പേർക്ക് തെരിയാത്ത ഒരു വിഷയത്തെ சொல்றேன். ഈ പിള്ളേരെ മിസ്സാകുന്നത് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 12,456 ഏരികൾ മൂടപ്പെട്ടിருக்கு. തിരുവനന്തപുരത്ത് മാത്രം 27,000க்கும் மேல குளங்கள் அழிக்கப்பட்டிருக்கு. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ലേഖ്യം വിൽക്കമോ, സமையல் செய்யமோ, ഡാൻസുக்கு മാർക്ക് പോടമോ ടൈം ഇருக்கு. കത്തി റെഫറൻസ്. ഒരാളെ കാണാനില്ല, അപ്പോഴാണ് അയാളുടെ ഒരു കത്തി റെഫറൻസ്. ഇനി ഇത് ആവർത്തിക്കരുത്. സച്ചിനെ നീ കത്തി കണ്ടിട്ടുണ്ടോ? കത്തി കണ്ടിട്ടുണ്ട്, അത് വെച്ച് കഷ്ണം വെട്ടിയിട്ടുമുണ്ട്. വിജയിന്റെ കത്തി. ചവിട്ടോടിയുണ്ടല്ലോ. നമ്മുടെ പോക്കിരി സൈമൺ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ടീമിലെ ഒരാളെ പൊക്കും, എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യാണ്. തുപ്പാക്കി റെഫറൻസ്. ഇതെന്താ പകുതിക്ക് അങ്ങോട്ട് വെച്ചേക്കണ്? ആദ്യം മുതൽ വെക്കി. പോപ്കോണും ചായയും ഇയാൾ കൊണ്ടുവരോ അത് ഇവൻ പോയി മേടിക്കൂ? അങ്ങനെ ഇതിന്റെയൊക്കെ മെയിൻ ആള് അർജുനൻ മുതലാളിയാണെന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ സൈമണും ടീമും അർജുനൻ മുതലാളിനെ കാണാൻ വേണ്ടി ഒരു ട്രാവലർക്ക് വിളിച്ച് ഹര 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 ശങ്കര അതൊക്കെ പാടിയിട്ട് പോവാണ്. മോനെ കുറച്ച് റെഫറൻസ് എടുക്കട്ടെ? വേണ്ട. വന്നിരിக்கிற ഇടം സൂപ്പർ. പട്ടായ കലപ്പില. പട്ടായ കലിപ്പിലാണെന്നോ? ആൻമരിയ കലിപ്പിലാന്നല്ലേ? പട്ടായ കലപ്പില. நான் செவனேந்தானா போய்க்கிருந்தேன். யாரு வம்பு தும்புக்காச்சும் போனனா? ഇയാളുടെയൊക്കെ ഡയലോഗ് കേട്ടാൽ തന്നെ അറിയാം ആരോ തല്ലി പറയിപ്പിക്കുകയാണെന്ന്. എന്നിട്ട് വിജയ് ഫാൻ അത്രേ. പട്ടായ കലപ്പില. നിന്നെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. മെയിൻ സ്വിച്ച് എവിടെയാ? മെയിൻ സ്വിച്ച് ഓ, കോയിൻ ഇടാനായിരിക്കും. കൊഞ്ചം ഓപ്പൺ പണി വേങ്ക സാർ, ആവശ്യം വരും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇനിയിപ്പോ എന്താ കഴിഞ്ഞു? നിനക്കൊക്കെ ഇത് എന്തിന്റെ കഴപ്പാണ്? ഇതൊക്കെ ഒരു ട്വിസ്റ്റ്. ഇയാള് വില്ലനായ എന്താ, നായകനായ എന്താ? ഈ പടം എപ്പോഴൊന്ന് കഴിയേ? കാത്തിരിപ്പോ. ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. ഇങ്ങനെ കടിച്ചു പിടിച്ച് സംസാരിച്ച പല്ലൊക്കെ പൊട്ടില്ല ചേട്ടാ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിനക്കൊക്കെ ഇത് എന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? ഒന്ന് പോടാ. അനിരുദ്ധിന്റെ ബീജിയം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇളയരാജയുടെ ആയിരിക്കണം. ഇതുപോലത്തെ 2 പടം ഇറക്കാനുള്ള കാശ് കൊടുക്കേണ്ടി വന്നേനെ. പിന്നെന്താ, ഒപ്പം വന്നവരൊക്കെ നോക്കി നിൽക്കും. പോക്കിരി സൈമൺ മാത്രം എല്ലാവരെയും അടിച്ചിടും. ഇയാളും അർജുനൻ മുതലാളിയൊക്കെ ജയിലിലാവും. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. അമ്മ പറഞ്ഞത് ഈ സിനിമയുടെ കഥയാണോ? എടോ, തുപ്പാക്കി, പോക്കിരി, കത്തി ഇതൊക്കെ ഞങ്ങൾ കണ്ട പടങ്ങളാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചാനയ്ക്ക് ശർക്കര ഉണ്ട കൊടുക്കണ പോലെ എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കരുത്. ആശപ്പെട്ടു നീ വരല്ലേ? ഇല്ല മാമ്പഴമില്ല.